നമ്മുടെ വിശ്വാസികളുടെ പിതാവ്, പ്രത്യാശയുടെ ഒരു വലിയ അടയാളമായിട്ട് നിൽക്കുന്ന അബ്രഹാമിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. പുതിയ നിയമത്തിൽ നമ്മുടെ പൗലോസ്ലീഹ അബ്രഹാമിനെ കുറിച്ച് ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു എഴുത്തുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായമാണ്. അതിന്റെ 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. 18-ാമത്തെ വാക്യത്തിൽ ഈ ഒരു കാര്യം ഒന്ന് അടയാളപ്പെടുത്തിയിടുക. പ്രതീക്ഷയ്ക്ക് സാധ്യത ഇല്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. അബ്രഹാമിന്റെ വിശ്വാസം, അബ്രഹാമിന്റെ പ്രത്യാശയ്ക്ക് എങ്ങനെയായിരുന്നു? പ്രതീക്ഷയ്ക്ക് ഒരു വകയില്ല, എന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമുക്കറിയാം, നമ്മളിങ്ങനെ കുറെ നാൾ പ്രാർത്ഥിച്ചു, കർത്താവേ ഇത് വല്ലതും നടക്കണ കാര്യമാണോ, ഇത് ഒരു വെളിച്ചം പോലും കാണുന്നില്ലെന്ന് ഓർത്തു. പക്ഷെ അയാൾ പ്രതീക്ഷയോടെ വിശ്വസിച്ചു. കാരണം എന്താണെന്നറിയോ? സാധ്യതയൊന്നുമില്ല, പക്ഷെ വാഗ്ദാനം ചെയ്തത് കർത്താവാണ്. കർത്താവ് പറ്റിക്കത്തില്ലെന്ന് ഉറപ്പുണ്ടാകും. രണ്ടാമത്തെ കാര്യം, 19-ാമത്തെ വാക്യത്തിന്റെ അവസാനമാണ്, അവന്റെ വിശ്വാസം ദുർബലമായില്ല. വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല. കർത്താവ് പറ്റിച്ചതാണോ, ഇനി ശരിക്കും ഈശോ അവിടെയൊക്കെ ഉണ്ടോ, ഇങ്ങനത്തെ സംശയങ്ങളൊക്കെ വരത്തില്ല നമുക്ക്. കാരണം നമ്മൾ ചോദിച്ച കാര്യമൊന്നും നടന്നില്ല, നമ്മൾ പ്രത്യാശിച്ച സമയത്ത് ഉത്തരം കിട്ടിയില്ല. കർത്താവ് ഇവിടെ ഉണ്ടോ, ഈ വാഗ്ദാനം തന്നത് വെറുതെയാണോ, വചനമൊക്കെ വെറുതെയാണോ എന്നൊക്കെ ചോദിക്കും. പൗലോസ്ലീഹ അബ്രഹാമിനെ കുറിച്ച് പറയാണ്, അവൻ കർത്താവിന്റെ വാഗ്ദാനത്തിനെതിരായി ചിന്തിച്ചു പോലുമില്ല. പറഞ്ഞില്ല എന്നല്ല, ചിന്തിച്ചു പോലുമില്ല. മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്ന്. അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞപ്പോഴല്ല, അനുഗ്രഹം കിട്ടിയിട്ടില്ല, എംപ്റ്റി ആയിട്ട് നിൽക്കുകയാണ്. ചോദിച്ചപ്പോൾ ഒന്നും ഉത്തരം കിട്ടിയില്ല. കർത്താവിനെ കാത്തിരിക്കുന്ന ഇക്കാലത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഉത്തരം തന്ന കർത്താവിനല്ല, ഉത്തരം തരാൻ വൈകുന്ന കർത്താവിനെ ഇപ്പോഴേ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എൻ്റെ ഈശോയെ, ഇത് കിട്ടിക്കഴിഞ്ഞിട്ടല്ല ഞാൻ നന്ദി പറയാൻ പോകുന്നത്, ഇപ്പം ഇത് കിട്ടി എന്ന് പ്രത്യാശിച്ചുകൊണ്ട്, പ്രതീക്ഷയ്ക്ക് വകുപ്പില്ലെങ്കിലും ഞാൻ അങ്ങയുടെ വാഗ്ദാനത്തിനെതിരെ ചിന്തിക്കാതെ, എൻ്റെ വിശ്വാസം ദുർബലപ്പെടാതെ ഞാൻ അതിൽ ശക്തി പ്രാപിച്ച് അങ്ങനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. തൊട്ടടുത്ത വചനത്തിൽ പൗലോസ്ലീഹ പറഞ്ഞു തരുന്നുണ്ട്, ആ വിശ്വാസം അവന് നീതീകരണമായി ഭവിച്ചു. ആ വിശ്വാസമാണ് അബ്രഹാമിന് അനുഗ്രഹം കൊടുത്തത്. പ്രത്യാശ ചോർന്നു പോകുന്ന സമയങ്ങൾ വരാം, വിശ്വാസം ക്ഷയിച്ചു പോകുന്ന സമയങ്ങൾ വരാം. അഭിവൃദ്ധിപ്പെടണം ഈ വിശ്വാസത്തിൽ, ഈ പ്രതീക്ഷയിൽ, പ്രത്യാശയിൽ. കാരണം വാഗ്ദാനം തന്നത് ഈശോയാണ്.